അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചേന വെച്ചിട്ടുള്ളതാണ്. ചേന ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചേനയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചേന ഒന്ന് കഴുകി എടുത്തതിന് ശേഷം 3ആയിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ തൊലിയൊന്നും മാറ്റരുത്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത ചേന ഒരു ഇഡലി ചെമ്പിൽ വെച്ച് ആവിയേറ്റിയെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ആവിയേറ്റി വേവിച്ചെടുക്കാം. ചേന വെന്ത് വരുന്ന സമയം കൊണ്ട് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പകുതി തേങ്ങയുടെ ഒരു 1/4 ഭാഗം തേങ്ങ ചിരകി എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകമാണ്, ചെറിയ ജീരകമല്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 10 കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്ത കശുവണ്ടി ആയതുകൊണ്ടാണ് 10 എടുത്തിട്ടുള്ളത്. മുഴുവൻ കശുവണ്ടി ആണെന്നുണ്ടെങ്കിൽ 5 എടുത്താൽ മതിയാകും. ഈ കശുവണ്ടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പൊട്ടുകടല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ ചേന വേവിക്കാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ചില ചേനയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ചിലത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് ആവിയേറ്റ് വേവിച്ചിട്ട് എടുക്കാം. നമ്മളൊന്ന് ഇതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് കറക്റ്റ് പാകത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ വേവിക്കാതെ ഇതുപോലെ ആവിയേറ്റ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ വെള്ളത്തിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. ഇത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചേനയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ നമുക്കൊന്ന് മാറ്റാം. ഇപ്പം ദാ തോല് മാറ്റിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന ചേനയുടെ തോലും ഇങ്ങനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചേനയെല്ലാം ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വെന്ത് കുഴഞ്ഞു പോകാതെ കറക്റ്റ് പാകത്തിന് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ചേന വേവിച്ചിട്ടെടുക്കാൻ. കട്ട് ചെയ്തെടുത്ത ചേനയിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അധികം പുളിപ്പില്ലാത്ത 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പുളിപ്പുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ കിട്ടും. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച ചേന ഇട്ട് കൊടുക്കാം. മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചേന എല്ലാം നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ചേനയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാടൊന്ന് മൊരിഞ്ഞ് ക്രിസ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പും കൂടി ചേർത്ത് 10 സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഇനി സവാള വഴന്ന് കിട്ടുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വാടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയുടെയും പച്ചമണം മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ.
ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണ് നിങ്ങൾക്ക് അരപ്പ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതായത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ മൊരിച്ച് വെച്ച ചേന മുഴുവനും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ഒഴിവാക്കിയിട്ട് കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു പരുവത്തിനാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കനും മട്ടനും ബീഫും ഒക്കെ മാറി നിൽക്കും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലും എന്തായാലും നിങ്ങൾ ചേനയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി നോക്കാം. നല്ലതുപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേന വെച്ചിട്ട് ഇതുപോലെ ഒരു മസാലക്കറി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്